കണ്ടോ? ഹലോ ഗൈസ്, നമ്മളിന്നൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ രസമാണ് വയ്ക്കാൻ പോകുന്നത്. രസം എന്ന് പറഞ്ഞാൽ നിസ്സാരം തന്നെയാണ് എല്ലാവർക്കും അല്ലേ. പക്ഷേ ഈ രസം നല്ല പവർഫുള്ളാണ്. നമുക്ക് ചുമ, ജലദോഷം, തൊണ്ടക്കാറൽ, അങ്ങനെ പനി ഒക്കെ വരുമ്പോൾ നമുക്ക് രസം ഉണ്ടാക്കി കുടിച്ചാൽ, കുരുമുളക് കൊണ്ട് രസം ഉണ്ടാക്കി കുടിച്ചാൽ വളരെ ആശ്വാസം കിട്ടും. നല്ല സുഖമാണ് കുടിക്കാൻ. അപ്പം ഇതിലിത്തിരി തക്കാളി ഇട്ട് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇട്ടിട്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ഇത്തിരി പരിപ്പ് ഇട്ടിട്ടുണ്ട്. പരിപ്പ് കറി എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മുക്കിയെടുത്താലും മതി കേട്ടോ. ഇതിന്ന് പരിപ്പിൻ്റെ കറിയൊന്നും ഇല്ല. അപ്പം ഞാൻ ഇത്തിരി പരിപ്പ് വെള്ളത്തിലിട്ടു, കുരുമുളകും വെള്ളത്തിലിട്ടു, ഒരു വെളുത്തുള്ളി എനിക്ക് അധികം ഇഷ്ടമില്ലാത്ത, ഞാൻ എപ്പോഴും പറയാറുണ്ട് അതേമാതിരി. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇത്തിരി ഇട്ടു. പിന്നെ ഇത്തിരി മല്ലിയിലയുണ്ട്, അതും രസത്തിനാണ്. ഇനി ഇത്തിരി പുളി വേണം, പുളിവെള്ളം ഒഴിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി ജീരകപ്പൊടി എടുത്തിട്ട് ഉള്ളി അരിഞ്ഞിട്ടാണ് കടുക് വറുക്കണത് കേട്ടോ. വേറെ ഞാൻ കായം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. എന്നാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് രസം വയ്ക്കുന്നത് കുറേ നാളായിട്ട്. എനിക്കൊരു റെസിപ്പി എൻ്റെ ചേട്ടത്തിയമ്മ പറഞ്ഞു തന്നതാണ്. ചേട്ടത്തിയമ്മ വെച്ചിട്ടാണ് ഞാനിത് കണ്ടത്. എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ മല്ലിയും ഒക്കെ ഇട്ട്, പിന്നെ കായം ഒക്കെ ഇട്ടിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ എനിക്ക് അതിലൊക്കെ ടേസ്റ്റ് തോന്നിയത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച്. പിന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് കുരുമുളക്, വെളുത്തുള്ളി, പരിപ്പ്, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് മൂന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കണം, ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. നമുക്ക് എത്ര വേണം എന്ന് നമ്മൾ തീരുമാനിക്കാം. അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ കൂടുതൽ എടുക്കുക. അപ്പോൾ 2 തക്കാളിയോ 3 തക്കാളിയോ എടുത്തിട്ട്, തക്കാളി അധികം വേണമെന്നില്ല. വെള്ളവും പിന്നെ മറ്റേ പരിപ്പ്, വെളുത്തുള്ളി, അതൊക്കെ കുരുമുളക്, അതൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. പുളി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പുളി കുതിർത്തി വെച്ചത് ഇതൊന്നും എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിച്ച് നോക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. ഒരുപാട് നേരം ഒന്നും തിളയ്ക്കണ്ട കേട്ടോ. കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു. ഇനി ഇത്തിരി ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഉണ്ട് ഇതിൽ. ഇതെല്ലാം കൂടി ഒഴിച്ച് കൊടുക്കാം. രസം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ രസം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് കൂടുതലൊന്നും വേണ്ട. കായൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ മാതിരി തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ കായം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എനിക്കിതാ തപ്പ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. കുറേ നാളായിട്ട് ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കുക. വേറൊരു റെസിപ്പി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വലിയ ഉണ്ടാവണം. മല്ലിയില മസ്റ്റാണ് കേട്ടോ. മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് എഴുതി. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇത്തിരി ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകപ്പൊടി ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതാണ് ഞാൻ ജീരകപ്പൊടി ഇട്ട് കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ രസം റെഡിയായി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.